പഴയ വളകളുണ്ടോ കയ്യിൽ? എന്നാൽ നമുക്കൊരു ക്രാഫ്റ്റ് ചെയ്ത് നോക്കാം. ക്രാഫ്റ്റിന് തുടങ്ങുമ്പോൾ തന്നെ ഞാനൊരു കാര്യം പറയാം. ഈ വീഡിയോയിൽ ഞാൻ ചെയ്തൊരു മുട്ടൻ അബദ്ധമുണ്ട്. അത് ഇതിൻ്റെ പകുതിയായപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് വീഡിയോ മുഴുവൻ കാണും പറയാമേ. ആദ്യം നമ്മൾ ഒരു വളം എടുത്തിട്ട്, ഒരു കമ്പി വളം എടുക്കുന്നത്, അതൊന്ന് ഷേപ്പ് ചെയ്ത് ഒന്ന് ചളുക്കി എടുക്കാമെന്ന് പറയും ഇവിടെ. ചളുക്കി എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വേറൊരു വളം എടുത്ത് നമ്മൾ കട്ട് ചെയ്തിട്ട് നമുക്ക് സ്റ്റാൻഡ് പോലെ വെക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ അതനുസരിച്ച് നീട്ടി എടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ട് ഞാൻ കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ അതിൻ്റെ തുഞ്ചൊന്ന് വളച്ചെടുക്കണം. നമ്മൾ ഈ തൂക്കിയിടില്ലേ, അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് കൈ കൊണ്ട് തന്നെ ഇതാക്കി എടുക്കുന്നത് കേട്ടോ. അത് വളയും, കൈ കൊണ്ട് തന്നെ നമ്മൾ വളച്ചത് വളയുന്ന രീതിയിൽ ഇത്രയും കട്ടിയുള്ളൂ കേട്ടോ വളയ്ക്ക്. അതിനുശേഷം നമ്മൾ എന്ത് കണ്ടില്ല, ഇതേപോലെ തുഞ്ചൊന്ന് വളച്ചെടുക്കണേ. അതിനുശേഷം നമുക്ക് മറ്റൊരു വളകൾ, അതായത് സ്റ്റാൻഡിൽ താഴെ ഉറപ്പിക്കാൻ പറ്റുന്ന പാകത്തിനുള്ളൊരു വളയും ഇടുന്നു കേട്ടോ. എന്നിട്ട് ഇതേപോലെ നമ്മൾ ആദ്യം ഷേപ്പ് ചെയ്തെടുത്ത ആ വളയില്ലേ, അതിന് മുകളിൽ മറ്റൊരു വള എടുത്ത് കട്ട് ചെയ്ത്, ഞാനിപ്പോൾ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് രണ്ടും ക്രോസായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കേണ്ടത് ചെയ്യുന്നത്. രണ്ടും ഒട്ടിച്ച് കഴിഞ്ഞാൽ വീണ്ടും ഒരു വളയും കൂടി ഞാൻ വെക്കുന്നുണ്ട്. രണ്ടാക്കിയിട്ട് മുറിച്ചിട്ട് വീണ്ടും അതിൻ്റെ ഓപ്പോസിറ്റ് ക്രോസായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇത്രയും ചെയ്തിട്ടും എനിക്ക് എൻ്റെ അബദ്ധം എന്താണെന്ന് അപ്പോഴും ഞാൻ ആലോചിക്കുന്നില്ല കേട്ടോ. മണ്ടത്തരം കൂടെ പിറപ്പായിട്ട് പിന്നെ പറയണ്ടല്ലോ. ഇപ്പോഴും അത് ആലോചിച്ചില്ല. ഇതും ക്രോസായിട്ട് തന്നെ ഒന്ന് ഒട്ടിക്കണം കേട്ടോ. ഞാൻ വിചാരിച്ചത്ര പെർഫെക്ഷനിൽ എന്തുകൊണ്ടോ എനിക്കത് കിട്ടിയില്ല. വരും ക്രാഫ്റ്റുകളിൽ നമുക്കതെല്ലാം ശരിയാക്കാം. ശേഷം നമുക്കിനി സ്റ്റാൻഡ് റെഡിയാക്കാം. ഒരു ഫുൾ വള എടുത്തിട്ട് അതിനുള്ളിൽ ഒരു ഹാഫായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് ഒട്ടിക്കുക. നെക്സ്റ്റ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ സ്റ്റാൻഡിൻ്റെ ഇതുണ്ടല്ലോ, അത് ഈ ബേസിലോട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഇപ്പോഴാണ് എനിക്ക് അബദ്ധം എന്താണെന്ന് ശരിക്കും മനസ്സിലാവുന്നത് കേട്ടോ. കാരണം ഞാൻ വൂള് ചുറ്റിയിട്ട് ഇതെല്ലാം ഗ്ലൂ വെച്ച് ഒട്ടിക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ ഞാനത് മറന്നുപോയി. പിന്നീട് എനിക്ക് അബദ്ധം മനസ്സിലായി. ഇപ്പോൾ ഞാനത് സ്പീഡിൽ ഇടുന്നുണ്ടെങ്കിലും കുറേ നേരത്തിൻ്റെ കഷ്ടപ്പാടാണ് കേട്ടോ ഒന്ന് ചുറ്റിയെടുക്കാൻ. കാരണം മൊത്തത്തിൽ ഒട്ടിച്ചുകൊണ്ട് ആ ഗ്യാപ്പിൽ കൂടെ ഈ വൂള് ചുറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചധികം കഷ്ടപ്പാടായിരുന്നു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെ നമ്മളത് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി സ്റ്റാൻഡിലും കൂടി ഇതേപോലെ ഒന്ന് വൂള് ചുറ്റിയെടുക്കണം. നമ്മുടെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? അത്രയും പെർഫെക്ഷനൊന്നും ആയില്ലെന്നറിയാം. എന്നാലും ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് അടിച്ചിട്ട് പോണേ. താങ്ക് യു.